ഓം ശാന്തി മഹാത്മാ. നമസ്കാർ. അങ്ങയുടെ ദർശനം ലഭിച്ചത് ഒരു ദൈവിക അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഇന്നലെ അങ്ങയുടെ 77ാമത്തെ ചരമവാർഷികം ഞങ്ങൾ ആചരിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഇങ്ങനെ അങ്ങയുടെ ദർശനം ലഭിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ദൈവിക അനുഗ്രഹമായിട്ട് ഞാൻ കാണുക. അങ്ങ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് 77 വർഷമായി എങ്കിലും അങ്ങയുടെ ദർശനങ്ങൾ, അങ്ങയുടെ സ്വപ്നങ്ങൾ എല്ലാം ഞങ്ങൾ ഇന്നും മനസ്സിൽ, ഹൃദയത്തിൽ പേര് നടക്കുക. വളരെ സന്തോഷമുണ്ട് അങ്ങയെ കാണാൻ സാധിച്ചത്. 77 വർഷം മുമ്പ് ഞാൻ കുറെ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ? വാസ്തവത്തിൽ ഒരു പണി തീരാത്ത വീട് എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാരതത്തെ പറ്റി ഇന്ന് പറയാൻ പറ്റും. കാരണം അങ്ങയുടെ ചരമത്തിന് 3 ദിവസം മുമ്പ് ഒരു കത്ത് എഴുതിയിരുന്നു. ഹരിജനിലാണ് അങ്ങ് എഴുതിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. പക്ഷെ നമുക്കിനിയും സാമ്പത്തികവും സാമൂഹികവും ധാർമ്മികവുമായ സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പോലെ അത്ര എളുപ്പമായിരിക്കില്ല. ഇത് കൂടുതൽ ത്യാഗവും സഹനവും നമ്മൾ സഹിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഇന്നും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചിട്ടില്ല. വലിയൊരു ഭാഗം ആളുകൾ ഇന്ന് 20% എന്നൊക്കെ പറയുമ്പോൾ 30 കോടിയായി വരുന്നു. ഇപ്പം 30 കോടി സഹോദരങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നൊരവസ്ഥയാണ് ഇന്നും ഉള്ളത്. അതുപോലെ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിൽ രഹിതരായിട്ടുള്ള യുവതി യുവാക്കളുടെ എണ്ണം കൂടുതൽ വരികയാണ്. പിന്നെ വർഗീയതയും രാഷ്ട്രീയ കൊലപാതകങ്ങളും അഴിമതിയും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അധർമ്മശക്തികൾ കൊടികുത്തി വാഴുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങ് കണ്ട, സ്വപ്നം കണ്ട ആ ഭാരതം ഇന്നും നമ്മളെ സംബന്ധിച്ച് വളരെ ദൂരെയാണ്, വിദൂരത്തിലാണ്. അപ്പോൾ ഇതിനു വേണ്ടി കുറേ സന്മനസ്സുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും അധർമ്മശക്തികൾ ഇത്ര കൂടുതൽ വളർന്നിരിക്കുന്നത് കൊണ്ട് ഈ സന്മനസ്സുള്ളവരുടെ പ്രവർത്തനം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഗ്രാമസ്വരാജ് നടപ്പാകുമായിരുന്നെങ്കിൽ ഇതെല്ലാം ഒരു പോംവഴി കിട്ടുമായിരുന്നില്ലേ? ഗ്രാം സ്വരാജ് നടപ്പിലാക്കണം എങ്കിൽ ഈ കക്ഷി രാഷ്ട്രീയ മുക്തമായൊരു ജനാധിപത്യം ആവശ്യമാണ്. കാരണം ഈ ഗ്രാം സ്വരാജ് സിസ്റ്റത്തിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥയിൽ എല്ലായിടത്തും കക്ഷി രാഷ്ട്രീയമാണ്. ഗ്രാം സ്വരാജ് വ്യവസ്ഥകൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ട്രേഡ് യൂണിയനുകൾ, എല്ലായിടത്തും രാഷ്ട്രീയ പാർട്ടികളുടെ അതിപ്രസരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്ടറിൽ ഞാനൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കർഷക സൊസൈറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ലപോലെ നടന്നു പോയിരുന്നു. അന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഈ കോഓപ്പറേറ്റീവ് സെക്ടറിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഈ ഗ്രാമസ്വരാജിനെ കുറിച്ച് സംസാരിച്ച കാര്യം, ഓർമ്മിപ്പിച്ച കാര്യം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. ഞാനൊന്ന് പറയട്ടെ, ഒന്നുകൂടി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. നേഷൻ rebuilding can be possible only through self-formation of total panchayats. Love, justice, equality are the essence of Sarvodaya society. In Sarvodaya society, the power is rests with the people and not with the country. A man or woman is eligible to live in a society only if he or she is willing to work physically among the same people. മഹാത്മാ, ഇവിടെ വലിയൊരു പ്രോബ്ലം ഞാൻ കാണുന്നത്, ആശയങ്ങൾ വളരെ നല്ലതാണ്.
പക്ഷെ ഈ ആശയങ്ങൾ വേര് പിടിക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സിലും ഹൃദയത്തിലുമാണ്. അപ്പോൾ ഈ മനസ്സിൽ ഇന്ന് 3 ദുഷ്ടശക്തി ത്രയങ്ങൾ എന്ന് പറയുന്ന 3 ശക്തികളാണ് ഇന്ന് ഭരിക്കുന്നത് നമ്മളെ. സ്വാർത്ഥത, അഹങ്കാരം, അത്യാഗ്രഹം. ഈ 3 ശക്തികളെയാണ് നമ്മൾ ഇന്ന് ദുഷ്ടശക്തി ത്രയം എന്ന് പറയുന്നത്. ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ, കാരണം ഞാനിങ്ങനെ പല തലങ്ങളിലും പ്രവർത്തിച്ചിട്ടോ എങ്കിൽ അവസാനം വന്നു നിൽക്കുന്നത് ഈ ആന്തരികമായൊരു പരിവർത്തനത്തിൻ്റെ രംഗത്തിലേക്കാണ്. അവിടെ ഈ 3 ശക്തികൾ, സ്വാർത്ഥത, അഹങ്കാരം, അത്യാഗ്രഹം, ദുഷ്ടശക്തി ത്രയം, ഇതാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. അപ്പോൾ ഈ സ്വാർത്ഥതയും അഹങ്കാരവും അത്യാഗ്രഹവും മാറാതെ, നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ സമൂഹത്തിലൊരു പരിവർത്തനം ഉണ്ടാവില്ല. നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയില്ല. ഇന്ന് സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിൻ്റെ, അത്യാഗ്രഹത്തിൻ്റെ സംസ്കാരം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുക. കുടുംബതലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, സാമ്പത്തിക തലത്തിൽ, മതതലത്തിൽ, എല്ലായിടത്തും അത് തന്നെയാണ്. ഇനി അന്ധകാരത്തിൻ്റെ ശക്തികളെ മഹാത്മാവ് അങ്ങേക്കറിയാമല്ലോ, ഒരിക്കലും അന്ധകാരം കൊണ്ട് നമുക്ക് എതിരിടാൻ പറ്റില്ല. അവിടെ പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. അവിടെയാണ് ശിഷ്ടശക്തി ത്രയം നമുക്ക് കൊണ്ടുവരേണ്ടത്. സ്നേഹം, ത്യാഗം, സേവനം. അപ്പോൾ ഈ ശിഷ്ടശക്തി ത്രയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രത്യേക ശാസ്ത്രമാണ് ഇന്ന് നമുക്ക് ആവശ്യം, പ്രത്യേകിച്ച് ഭാരതത്തിൽ. അതൊരു ആത്മീയവൽക്കരിക്കപ്പെട്ട പ്രത്യേക ശാസ്ത്രം. അങ്ങയുടെ തന്നെ വാക്കുകളാണ് ഈ രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തിക വ്യവസ്ഥയുടെയും ഒരു ആത്മീയവൽക്കരണം അനിവാര്യമാണെന്നുള്ളത്. സ്പിരിച്വലൈസേഷൻ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു ബി ടേക്കൺ. എന്നാലേ നമുക്ക് ആ പൂർണ്ണ സ്വരാജ്യത്തിൻ്റെ ആ സങ്കല്പത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഈ സ്പിരിച്വലൈസേഷൻ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ളത് അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്തും ചെന്നെത്തുന്നില്ല. പക്ഷെ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്, ദൗത്യമാണ്. ഫലം ഈശ്വരൻ തരുമല്ലോ, അങ്ങ് പഠിപ്പിച്ചതാണല്ലോ. ഏതായാലും നമ്മുടെ ആ ദൗത്യം നിറവേറ്റാനുള്ള എല്ലാ കടമകളും നടക്കട്ടെ എന്ന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി. ഓം ജയ് ഹിന്ദ്. ജയ്.